ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെഹെസ്കേൽ പ്രവചനം 37 അധ്യായം 5 വാക്യത്തിൽ യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ശ്വാസം വരുത്തും. ഏറ്റവും ഉണങ്ങി പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു എന്ന് തോന്നിയിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി യഹോവയായ ദൈവം കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഏറ്റവും ഉണങ്ങിയിരിക്കുന്ന അസ്ഥികളെന്നും ചിതറപ്പെട്ട് കിടക്കുന്ന അസ്ഥികളെന്നും ലോകം നിങ്ങളെ നോക്കുമ്പോൾ കാണുന്നുവെങ്കിലും നിങ്ങൾ യഹോവയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ യഹോവയായ ദൈവം ഇപ്പോൾ ചിതറപ്പെട്ട് കിടക്കുന്ന അസ്ഥികളോട് കൽപ്പിക്കാൻ പോകുക, ഒന്നായി ചേരുവാൻ. ഏറ്റവും ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശിക്കുന്ന അതേ ഭംഗം വന്നിരിക്കുന്നു എന്ന് തോന്നുന്ന നിങ്ങളുടെ ജീവിത മേഖലയോട് യഹോവയായ ദൈവം കൽപ്പിക്കുകയാണ്, ജീവൻ വെക്കുവാൻ. തകർന്നു കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ നോക്കി പറയുന്ന പ്രവചനമെങ്കിലും കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഇന്ന് രാവിലെ സമയം ഈ ദൈവത്തിൻ്റെ വചനം, അതെ തിരുവായി മൊഴിഞ്ഞ് കൽപ്പിച്ച തിരുവചനം, എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഇതിന് ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ വചനം ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ തകർന്നു കിടക്കുന്ന മേഖലയെ ജീവിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ തകർന്നു കിടക്കുന്ന ഈ അനുഭവങ്ങളെ ഒന്നായി കൂട്ടിച്ചേർക്കുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ഇല്ലാതാക്കി വെച്ചിരിക്കുന്ന സ്നേഹബന്ധങ്ങളെ ഒന്നിച്ച് ചേർത്ത് പിടിക്കുവാൻ ദൈവത്തിന് കഴിയും. ആകയാൽ തകർന്നുപോയി എന്ന് തോന്നുന്ന ചില മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ ജീവന്റെ ശ്വാസമൂതി അവൻ ജീവനുള്ള ഒരു സമൂഹമാക്കി നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുക. രാവിലെ സമയം എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞാൻ തീരെ മുടിഞ്ഞിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങൾക്കും വ്യത്യാസം വന്നു, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നടന്നില്ല എന്ന് വിചാരിച്ച് തന്നെത്താൻ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ജീവിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും, പണിയുവാൻ ദൈവത്തിന് കഴിയും, മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും, അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. നാമോ ഈ ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ക്രിസ്തു രക്ഷിതാവും ദൈവവുമാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. കർത്താവിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇന്നും കഴിയുമെന്ന് നിങ്ങൾ പൂർണ്ണമായി ഉറയ്ക്കണം. അങ്ങനെ കാത്തിരിക്കുന്ന ഭക്തനു വേണ്ടി യഹോവയ്ക്ക് ഇറങ്ങാതിരിപ്പാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനായവൻ നമ്മോട് കൽപ്പിക്കുന്നത്, രാവിലെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ, ഇനി ഒരിക്കലും എഴുന്നേൽക്കയില്ല എന്ന് പറയുന്ന, ഒരിക്കലും ഒരു നന്മ കാണുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറയുന്ന മേഖലയെ സന്ദർശിച്ച് നനയ്ക്കാൻ പോകുകയാണ്. അവൻ അതിനെ നനയ്ക്കും, അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കി മാറ്റും. ഒരു പുതിയ അനുഭവത്തിലേക്ക് നാം നയിക്കപ്പെടാൻ പോകുക. ക്രിസ്തു നമ്മിൽ വാഴുന്നു എന്ന് നമ്മുടെ സഹപ്രവർത്തകർ, സഹോദരങ്ങൾ, അതേ നമ്മുടെ അനേക ചുറ്റുപാടുമുള്ള പ്രിയപ്പെട്ടവർ കണ്ടറിയും.